ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സഭാചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം വിവരിക്കുന്ന വചനഭാഗമാണ് നാം ഇന്ന് ഒന്നാം വായനയിൽ ശ്രവിക്കുന്നത്. സഭയുടെ സമാധാനം നിലനിർത്തുന്നതിന് സഭയെ എങ്ങനെ ഭരിക്കണമെന്ന് ഈ വായനയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ വചനം പ്രസംഗിച്ചു. അനേകം പേർ, യഹൂദരും വിജാതീയരും, സുവിശേഷം വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അങ്ങനെ പുതിയ ഉടമ്പടിയുടെ സമൂഹം രൂപീകരിക്കപ്പെട്ടതിനാൽ മോശയുടെ നിയമത്തിലെ പ്രധാനമായും പരിച്ഛേദനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായ സംഘർഷം സഭയുടെ സമാധാനത്തെ അസ്വസ്ഥമാക്കി. പുതിയ ഉടമ്പടിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പഴയ ഉടമ്പടിയിൽ പ്രവേശിച്ച് പരിച്ഛേദനത്തിലൂടെ ആദ്യം ഒരു യഹൂദനാകണമെന്ന് ചിലർ വാദിച്ചു. മറ്റു ചിലർ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. പുതിയ ഉടമ്പടിയിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനം വിജാതീയർക്ക് സാധ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ വിജാതീയർക്ക് രക്ഷയ്ക്കായി പരിച്ഛേദനത്തിൻ്റെ ആവശ്യമില്ലെന്ന് വാദിച്ച് വിശുദ്ധ പത്രോസിൻ്റെ കീഴിലും, വിജാതീയരുടെ രക്ഷയ്ക്ക് പരിച്ഛേദനം ആവശ്യമാണെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന വിശുദ്ധ യാക്കോബിൻ്റെ കീഴിലും രണ്ട് ഗ്രൂപ്പുകൾ രൂപം കൊണ്ടു. അപ്പോൾ പത്രോസിൻ്റെ നേതൃത്വത്തിൽ ഒരു സഭാ കൗൺസിൽ വിളിച്ചു കൂട്ടപ്പെടുന്നു. ഇത് ജെറുസലേം സൂനഹദോസ് എന്ന് അറിയപ്പെടുന്നു. എല്ലാ അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരും, ഇന്നത്തെ ഭാഷയിൽ മെത്രാന്മാരും വൈദികരും, പത്രോസിന് ചുറ്റും, പാപ്പയ്ക്ക് ചുറ്റും, പത്രോസിന് ചുറ്റും ഒത്തുകൂടി ഒരു സമവായത്തിലെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒടുവിൽ മുഴുവൻ കൗൺസിലും പത്രോസിൻ്റെ നിലപാട് അംഗീകരിക്കുന്നതിനോടൊപ്പം യാക്കോബിൻ്റെ നടപ്പിലാക്കാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളും സ്ഥിരീകരിക്കുന്നു. ഇവിടെ ആദിമസഭ പിളരുന്നില്ല എന്നത് നാം ശ്രദ്ധിക്കണം. പരിച്ഛേദനക്കാർ ഓടിപ്പോയി പാസ്റ്റർ യാക്കോബിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ പരിച്ഛേദന സഭ ആരംഭിക്കുന്നില്ല. മുഴുവൻ സഭയും, ദൈവശാസ്ത്രപരമായി നിലപാടുകൾ നിരസിക്കപ്പെട്ടവർ പോലും, അനുരഞ്ജന തീരുമാനം അംഗീകരിക്കുകയും ഐക്യം നിലനിർത്തുകയും ചെയ്തു. ജനാധിപത്യത്തെക്കാളുപരി ദൈവാധിപത്യമാണ് സഭയെ നയിക്കേണ്ടതെന്ന് അവർ തെളിയിച്ചു. പല സൂനോദോസുകളിലൂടെയും പത്രോസിന്റെ പിൻഗാമിമാരായ പാപ്പമാരുടെ നേതൃത്വത്തിൽ സഭ ഉപയോഗപ്പെടുത്തുന്ന മജിസ്തീരിയം എന്ന് വിളിക്കപ്പെടുന്ന സഭയുടെ പ്രബോധനാധികാരം സഭയുടെ സമാധാനം നിലനിർത്തുന്നതിന് ദൈവം സഭയ്ക്ക് നൽകിയ ഒരു സമ്മാനമാണ്. അല്ലാത്തപക്ഷം സഭ എണ്ണമറ്റ വിഭാഗങ്ങളായി പിളരും. 50,000-ലധികം വ്യത്യസ്ത സഭകൾ ഉയർന്നു വരും. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക ദൈവശാസ്ത്രപരമായ വളച്ചൊടിക്കലുകളോ ഊന്നലോ ഉണ്ടാകും. അങ്ങനെ സംഭവിക്കരുതെന്നാണ് ദൈവം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ചരിത്രത്തിൽ വിപരീതമായി സംഭവിച്ചു എന്നത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യവുമാണ്. ഇവിടെ ശ്രദ്ധിക്കുന്ന രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് സൗജന്യമായി രക്ഷ നൽകുന്നു എന്നതാണ്. അതായത് മനുഷ്യൻ്റെ രക്ഷ അവൻ്റെ പ്രവൃത്തികളെ ആശ്രയിച്ചല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിലുള്ള വിശ്വാസവും എന്ന ദാനം നാം സ്വീകരിച്ച് ജീവിക്കുമ്പോഴാണ് നാം രക്ഷ പ്രാപിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ, സ്തുതികൾ, നമ്മുടെ ത്യാഗങ്ങൾ, നിയമാനുസരണം എന്നിവയൊക്കെ നമ്മുടെ വിശ്വാസത്തെ പോഷിപ്പിക്കുന്ന ദൈവത്തോടുള്ള നമ്മുടെ നന്ദിയുടെ പ്രകടനങ്ങൾ മാത്രമാണ്. ഇനി ഈ വിവരണത്തിൽ എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത് ഒരു നായകനായി പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ആവേശകരമായ പ്രബോധനത്തിലൂടെ ചർച്ചയ്ക്ക് അറുതി വരുത്തുകയും ചെയ്യുന്ന പത്രോസിനെയല്ല, മറിച്ച് തൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യം സമ്മതിക്കാനും കൂട്ടായ്മയുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും കൃപയും വിനയവും കാണിച്ച യാക്കോബിനെയാണ്. കൗൺസിലുകളിൽ തോൽക്കുന്നവർ പലപ്പോഴും തങ്ങളുടെ അഭിമാനം അടിയറ വയ്ക്കാനും തങ്ങൾക്ക് സുഖകരമല്ലാത്ത ഒരു തീരുമാനം സ്വീകരിക്കാനും ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. അത്തരം തീരുമാനങ്ങളോട് സഹകരിക്കാൻ വിശുദ്ധിയും വിനയവും ഉറച്ച വിശ്വാസവും ആവശ്യമാണ്. നമുക്കും അതുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കാരണം സഭ ജനാധിപത്യത്താൽ നയിക്കപ്പെടേണ്ടതല്ല, ദൈവാധിപത്യത്താൽ നയിക്കപ്പെടേണ്ടതാണ്. ആത്മാവിൻ്റെ ഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കേണ്ട എളിമയും വിശുദ്ധിയും നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിൽ പോലും നാം വളർത്തിയെടുക്കേണ്ട ഒന്നാണ് അത്. കുടുംബത്തിൽ അപരനെ സ്വീകരിക്കാനുള്ള താഴ്മ നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം
നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഭിന്നിപ്പ് ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയല്ല, മറിച്ച് കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെതുമാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് എവിടെയൊക്കെ ഭിന്നതയുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയില്ല എന്ന് ഓർത്തിരിക്കാം. ഇതുവരെ ഞാൻ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലെ ശാരീരിക രൂപത്തിലുള്ള വിഭജനത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു വിഭജനമുണ്ട്. അദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതകാലം മുതൽ ഇത് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അതായത്, ഇന്നും പലരും യേശു ഒരു ചരിത്ര വ്യക്തിയാണെന്നും ജ്ഞാനവും അറിവും കൊണ്ട് സമ്പന്നനാണെന്നും വിശ്വസിക്കുന്നു. എന്നാൽ അവർ അവൻ്റെ ദൈവ സ്വഭാവത്തെ നിഷേധിക്കുന്നു. അവർ അവനെ ഒരു അധ്യാപകനോ പ്രവാചകനോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹിക പരിഷ്കർത്താവെന്നോ ആയി മാത്രം ചുരുക്കാൻ ശ്രമിക്കുന്നു. അതൊരു വലിയ വിഭജനമാണ്. കാരണം യേശുവിൽ മനുഷ്യ സ്വഭാവവും ദൈവിക സ്വഭാവവും ഒരുപോലെ സംയോജിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരേ സമയം ദൈവവും മനുഷ്യനുമാണ്. അവൻ ദൈവമല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തന്നെ വ്യർത്ഥമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്ര രഹസ്യം, പ്രഥമ രഹസ്യവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യമാണ്. കാരണം ദൈവം തന്നിൽ തന്നെ ആരാണെന്നതിൻ്റെ രഹസ്യമാണിത്. പക്ഷെ നമുക്ക് സംശയങ്ങളുണ്ടായേക്കാം. കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ അവൻ പറയുന്നു, പിതാവ് എന്നേക്കാൾ വലിയവനാണ്. എന്നാൽ 10-ാം അധ്യായത്തിൽ അവൻ പറഞ്ഞത്, ഞാനും പിതാവും ഒന്നാണ് എന്നും. യേശുവും പിതാവായ ദൈവവും തുല്യനാണെന്നും പിതാവ് തന്നേക്കാൾ വലിയവനാണെന്നും പറയുന്നതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ അവ രണ്ടും സത്യമായതുകൊണ്ടാണ്. കാരണം ദിവ്യത്വത്തിൽ, ദൈവപ്രകൃതിയിൽ യേശുവും പിതാവും ഒന്നാണ്. എന്നാൽ മനുഷ്യപ്രകൃതിയിൽ അവൻ പിതാവിനേക്കാൾ താഴ്ന്നവനാണ്. ഈ യാഥാർത്ഥ്യമാണ് മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും, പിതാവിനോടൊപ്പം തുല്യനും പിതാവിനേക്കാൾ താഴ്ന്നവനും എന്ന രഹസ്യം യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിയിൽ സത്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യനും ദൈവത്തിനും മധ്യത്തിലുള്ള ഏക മധ്യസ്ഥനായി അവന് മാറാൻ കഴിയുന്നത് പോലും. ക്രൂശിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത അവൻ്റെ മനുഷ്യ ശരീരത്തെ, പരിമിതവും മാംസവും അസ്ഥികളുമുള്ള ഒരു മനുഷ്യ ശരീരത്തെ സ്വർഗാരോഹണത്തിൻ്റെ മഹത്തായ രഹസ്യത്തിലൂടെ മഹത്വീകരിക്കപ്പെടുകയും ത്രിത്വത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. യേശുവിൻ്റെ മനുഷ്യാവതാരം യഥാർത്ഥത്തിൽ നമ്മെയും ത്രിത്വത്തിലുള്ള ജീവിതത്തിലേക്ക് ഉയർത്തുന്നതിനും ദൈവപ്രകൃതിയിൽ നമ്മെ പങ്കാളികളാക്കുന്നതിനും വേണ്ടിയായിരുന്നു. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പുതിയ ജെറുസലേമായി, സർവശക്തനായ ദൈവമായ കർത്താവിൻ്റെയും കുഞ്ഞാടിൻ്റെയും വാസസ്ഥലമായി മാറുന്നത്. അത് വെറുമൊരു ആശയമല്ല, മറിച്ച് സാധ്യമായ ഒന്നാണ്. ദൈവമാതാവായ മറിയം അതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ യോഹന്നാൻ യേശുവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു വ്യക്തമായ ആത്മീയ ചിത്രം നമുക്ക് മുന്നിൽ വരയ്ക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഈ വാക്കുകൾ യേശുവിൻ്റെ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതായിരുന്നുവെങ്കിലും പൂർണ്ണതോതിൽ യേശുവിൻ്റെ ആദ്യത്തെയും പൂർണ്ണ ശിഷ്യയുമായ മറിയത്തെ സംബന്ധിക്കുന്നതാണ്. മറിയം തൻ്റെ പുത്രൻ്റെ വാക്കുകൾ പൂർണ്ണമായും പാലിച്ചു. ഒരു അമ്മ എന്ന നിലയിൽ മാത്രമല്ല, ഒന്നാമതായി ഒരു എളിമയുള്ള അനുസരണയുള്ളതുമായ ദാസിയായും അവൾ വചനം സ്വീകരിച്ചു. ഇക്കാരണത്താൽ പിതാവായ ദൈവം അവളെ സ്നേഹിച്ചു. പരിശുദ്ധ ത്രിത്വം അവളിൽ വാസസ്ഥലം സ്ഥാപിച്ചു. യഥാർത്ഥത്തിൽ നാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ത്രിത്വം നമ്മിലേക്ക് വരികയാണ്. എന്നാൽ ത്രിത്വത്തിൻ്റെ സമാധാനവും അതിൻ്റെ ഫലവും നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എളിമയുള്ളവരായിരിക്കണം. നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഹൃദയത്തെ പോലെ ശുദ്ധമായിരിക്കണം, വചനം സ്വീകരിക്കുന്നതായിരിക്കണം. അതുകൊണ്ട് ക്രിസ്തു തൻ്റെ സഭയിലൂടെ കൊണ്ടുവന്ന സമാധാനത്തിൻ്റെ ദാനം നമുക്കും നമ്മുടെ കുടുംബങ്ങളിലും ലഭിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് തൊട്ടുമുമ്പ് ദിവ്യബലിയിൽ സഭ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്: സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കും ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക്
സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ എന്ന്. ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും അവിടുത്തെ സമാധാനവും ഐക്യവും അനുഭവിക്കുവാൻ കഴിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.